അല്ല മക്കളെ, നമ്മുടെ ജോഗ്രഫിയിലെ 10ാമത്തെ ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിനുള്ള ചോദ്യത്തിന് നമ്മൾ വെറും 5 മിനിറ്റോടെ നമ്മൾ ഈ മാർക്ക് നമ്മൾ നേടിയെടുക്കാൻ പോവാണ്. ഏതാ മാർക്ക് അറിയോ? ഏതാണ് ആ ചോദ്യം എന്നറിയോ? ഏതാണ് ആ ചോദ്യം? ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചിട്ടാണ്. നമ്മുടെ 10ാമത്തെ ചാപ്റ്ററിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഗവൺമെന്റിന്റെ വിവിധ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ വകുപ്പുകൾ, ദ ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് എന്തിനു വേണ്ടി? ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമർ റൈറ്റ്, ദ കൺസ്യൂമറുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആ സ്ഥാപനങ്ങൾ, ആ ഡിപ്പാർട്ട്മെന്റുകൾ. ചോദ്യം എന്താണ്? ഇതാണ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ വർക്കിംഗ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ് ഇൻട്രസ്റ്റ്, അല്ലെ, ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഭരണതലത്തിൽ കൊണ്ടുവന്നിട്ടുള്ള വിവിധ സ്ഥാപനങ്ങൾ, വകുപ്പുകൾ ഏതൊക്കെയാണ്? നോക്ക് വകുപ്പുകൾ. ഒന്ന് പറയുന്നു ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ്, ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ്. പിന്നെ ഒന്ന് പറയുന്നു ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ്, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. പിന്നെ പറയുന്നു സെൻട്രൽ ഡ്രഗ്സ് പ്രൈസ് കൺട്രോൾ കമ്മിറ്റി, അല്ലെ, കേന്ദ്ര ഔഷധ വില നിയന്ത്രണ കമ്മിറ്റി. പിന്നെ പറയുന്നു ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ്, ഔഷധ വില നിയന്ത്രണ ഡിപ്പാർട്ട്മെന്റ്. അതുപോലെ ഫുഡ് ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇത് ഭക്ഷണ നിലവാര ഫുഡ് ആൻഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇത്രയും സ്ഥാപനങ്ങളാണ് കൃത്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ നോക്കൂ, ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ്. ഇതെന്തിനു വേണ്ടിയിട്ടാ? ഫോർ എൻഷ്യൂർ ദ വെയിറ്റ് ആൻഡ് മെഷേഴ്സ്, അല്ലെ, അളവ് തൂക്കം എന്ത് ചെയ്യാണ്? നിലവാരം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത് പറയുന്നത് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ്. എന്താ? എൻഷുർ ദ ക്വാളിറ്റി ഓഫ് ഫുഡ്, അല്ലെ. എന്താ പറയുന്നത്? ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. എന്താ? ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. അടുത്തെന്താ പറയുന്നത്? സെൻട്രൽ ഡ്രഗ്സ് പ്രൈസ് കൺട്രോൾ കമ്മിറ്റി. ദ ഡ്രഗ്സ് എന്ന് വെച്ചാൽ എന്താ? മെഡിസിൻ ആണ്. അപ്പൊ എന്താ? കൺട്രോൾ ദ പ്രൈസ് ഓഫ് മെഡിസിൻസ് ആണ്, അല്ലെ. മരുന്നുകളുടെ വില നിയന്ത്രിക്കാനാണ് കേന്ദ്ര ഔഷധ നിയന്ത്രണ കമ്മിറ്റി ഉള്ളത്. അടുത്ത പറയുന്നു ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ്. എന്തിനാണ്? ദ ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി ഓഫ് മെഡിസിൻ. ഡ്രഗ്സ് കൺട്രോൾ, അല്ലെ, ഔഷധങ്ങളുടെ നിലവാരം. അതായത് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് എന്തിനാ? മരുന്നുകളുടെ ഗുണമേന്മ, സുരക്ഷിതത്വം എന്നിവ ഉറപ്പുവരുത്താനാണ്. അടുത്തെന്താ പറയുന്നത്? ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്തിനു വേണ്ടിയാ? ഉൽപാദനം, വിതരണം, സംഭരണം, വിൽപ്പന, ഇറക്കുമതി തുടങ്ങിയ ഘട്ടങ്ങളിൽ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. എൻഷുർ ദ ക്വാളിറ്റി ഓഫ് ഫുഡ് പ്രൊഡക്റ്റ് അറ്റ് വേരിയസ് സ്റ്റേജസ് ലൈക്ക് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, സ്റ്റോറേജ്, സെയിൽ, ഇമ്പോർട്ട്, എക്സ്പോർട്ട്. ഈ സമയങ്ങളിലൊക്കെ ആ ഫുഡ് ഐറ്റംസിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. നോക്കുക, ഈ ഡിപ്പാർട്ട്മെന്റുകൾ പഠിച്ചു വെക്കുക. 1 മാർക്കോ 4 മാർക്കോ 3 മാർക്കോ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഓർത്തു വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും പഠിച്ചു വെക്കേണ്ട ഒന്നാണ് ഈ ചോദ്യം. സെറ്റ് അല്ലേ?